ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചോദ്യം ചെയ്യൽ നടപടികളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. SIT രജിസ്റ്റർ ചെയ്ത കേസിലെ രണ്ടാം പ്രതി ബി മുരാരി ബാബു കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായി. രാവിലെ തുടങ്ങിയ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. കേസിലെ മറ്റ് പ്രതികൾക്കും ED നോട്ടീസ് അയച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഹാജരായിരിക്കും. ECIR രജിസ്റ്റർ ചെയ്ത് 3 ആഴ്ച പിന്നിട്ടു. ഇതിനിടയിലാണ് EDയുടെ നിർണായക നീക്കങ്ങൾ. SIT രജിസ്റ്റർ ചെയ്ത കേസിലെ രണ്ടാം പ്രതി മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുകയാണ് ED. സമൻസ് പ്രകാരം വിളിച്ചുവരുത്തിയാണ് നടപടി. സ്വർണ്ണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിന് നിർണായക പങ്കുണ്ടെന്നായിരുന്നു SIT കണ്ടെത്തൽ. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ED അന്വേഷിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. കേസുമായി ബന്ധപ്പെട്ട് 21 ഇടങ്ങളിൽ ED നടത്തിയ റെയ്ഡിൽ നിർണായക രേഖകൾ പിടിച്ചെടുത്തിരുന്നു. SIT കേസിലെ പ്രതികളെല്ലാം EDക്ക് മുൻപിൽ ഹാജരാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലും ED അന്വേഷണം നടത്തുന്നുണ്ട്. UDF കൺവീനർ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധവും പരിശോധിക്കും. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.